ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് പൗരോഹിത്യം ദൈവീക അധികാരത്തിൻ്റെ ഒരു ശുശ്രൂഷ എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമ്മൾ ഒന്ന് രണ്ട് പേരുടെ അനുഭവങ്ങൾ ശ്രദ്ധിക്കുകയാണ്. എൻ്റെ പേര് ലിസമ്മ. ഞാൻ പഞ്ചാബിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. രണ്ടുപേരും പഞ്ചാബിലാണോ? രണ്ടുപേരും പഞ്ചാബിൽ ടീച്ചേഴ്സായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൈക്ക് ഒരു 10-12 വർഷമായിട്ട് കൈയുടെ ഉള്ളം കൈ മുഴുവൻ വരിഞ്ഞ് കണ്ടിച്ച് കീറി, അതിനകത്തോടെ ചോര വരും. കൈയുടെ എല്ലാം ഈ വിരലിൻ്റെ സന്ധികളിലെല്ലാം ഇങ്ങനെ ഹാർഡ്നെസ് ആയിട്ട് വന്ന് എപ്പോഴും ഇങ്ങനെ റഫായിട്ടേ ഇരിക്കുകയുള്ളൂ. രണ്ട് കൈപ്പത്തികളുടെ ഉള്ളില് അങ്ങനെ മുറിഞ്ഞ് ഇങ്ങനെ വരിഞ്ഞു മുറുക്കി ഇങ്ങനെ അങ്ങോട്ട് വികൃതമായി ഇങ്ങനെ ഒരു പ്രത്യേക അതിനകത്ത് കൂടെ ചോര വരുന്ന അവസ്ഥയല്ല. അത് 10-12 വർഷമായി കൈ പൊട്ടി കൈ നിറച്ചിങ്ങനെ മുറിഞ്ഞിങ്ങനെ ചോര വരുന്ന പോലെ 10-12 വർഷമായിട്ട് രണ്ട് കൈപ്പത്തികളിലും ഇതായിരുന്നു ഈ ടീച്ചറിന്റെ സ്ഥിതി. എനിക്ക് സോപ്പും വെള്ളവും തൊടാൻ പാടില്ല, ചോക്ക് പിടിക്കാൻ പാടില്ല. ഞാനൊരു ടീച്ചറാണ്, അതും മാത്സ് ടീച്ചറാണ്. മാത്സ് ടീച്ചറാണ്. അപ്പൊ ചോക്ക് എടുക്കാൻ പാടില്ല. ചോക്ക് എടുത്തത് അങ്ങോട്ട് പൂർവ്വാധികം വർദ്ധിക്കും. സോപ്പ് വെള്ളം തട്ടിയാൽ അതൊരു പ്രത്യേക അലർജി രോഗം പോലെയായിരുന്നു. അത് അലർജി ആയിരുന്നു അല്ലേ? എന്ത് രോഗമായിരുന്നത്? എന്താണെന്ന് ഒരിക്കലും ഒരു ഡോക്ടറിനും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. 10-12 വർഷമായി ഒരു ഡോക്ടർ ഇത് കൃത്യമായിട്ട് ഇന്നതാണ് പ്രശ്നം എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. അലോപ്പതി, ഹോമിയോ ഇതെല്ലാം ചെയ്തു നോക്കി, ഒരു കുറവുമില്ലായിരുന്നു. ഞാൻ മിക്ക ദിവസവും എൻ്റെ കയ്യിൽ 3-4 വിരലെങ്കിലും ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടാവും. ടേപ്പ് ഇത് ബുദ്ധിമുട്ടാവാണ്ടിരിക്കാൻ വേണ്ടി സ്കൂളിൽ ചോക്ക് ഹോൾഡർ ഉപയോഗിച്ചുകൊണ്ടാണ് ചോക്ക് അതിനകത്ത് ഇട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ചോക്ക് ഹോൾഡർ ഉപയോഗിച്ച് അതിനകത്ത് ചോക്ക് ഇട്ട് അങ്ങനെയാണ് സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ വന്നാല് ഹസ്ബൻഡ് വീട്ടിലുള്ള ദിവസം തുണി തിരുമ്പുന്ന ഡ്യൂട്ടി ഹസ്ബൻഡിന്റെ ആണ്. കാരണം ഈ കൈ കൊണ്ട് സോപ്പ് വെള്ളം തൊടാൻ പാടില്ല. അതുകൊണ്ട് വീട്ടില് അങ്ങനത്തെ ഈ തുണി അലക്കുക, സോപ്പ് വെള്ളം ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത വിധത്തില് സഹോദരി ക്ലേശിക്കുകയായിരുന്നു. ഞാൻ സർജിക്കൽ ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് അടുക്കളയിലെ പണികൾ ചെയ്തുകൊണ്ടിരുന്നത്. കിച്ചണിലെ ജോലി പോലും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്ന അവസ്ഥയിൽ ഞങ്ങൾ പഞ്ചാബിലോട്ട് മാറി. ഞാൻ പഞ്ചാബിലായിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഹസ്ബൻഡ് അവിടെ പോയിട്ട് 2 വർഷമായി. ഞാൻ 1 വർഷമായിട്ട് റെഗുലർ ആയിട്ട് അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചാബിൽ അഭിഷേകാഗ്നി ശരിക്കും കിട്ടും അല്ലേ? ശരിക്കും കിട്ടും. പഞ്ചാബിൽ ഇരുന്ന് ഷാലോം ചാനലിന്റെ അഭിഷേകാഗ്നി പ്രോഗ്രാം അങ്ങനെ റെഗുലർ ആയിട്ട് ടീച്ചർ കാണാൻ തുടങ്ങി 1 വർഷമായിട്ട്. അപ്പൊ ഈ ലാസ്റ്റ് നവംബറിലോ ഡിസംബറിലോ ഒരു ദിവസം ഒരു സഹോദരി സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. എന്റെ പോലത്തെ തന്നെ അസുഖമായിരുന്നു. സാക്ഷ്യം പറഞ്ഞു തീർന്നപ്പോ ഞാൻ ഒരു കൊച്ചുകുട്ടി സ്വന്തം അപ്പച്ചനോട് പറയുമെണ്ണം കരഞ്ഞോണ്ട് വാശി പിടിച്ചോണ്ട്, ഈ സഹോദരിക്ക് സൗഖ്യം കൊടുത്ത കർത്താവ് എനിക്ക് സൗഖ്യം വേണം, എനിക്ക് സൗഖ്യം വേണം. ഞാനിങ്ങനെ പൊട്ടി കരയാൻ തുടങ്ങി, വാശി പിടിച്ചോണ്ട് പറയാൻ തുടങ്ങി, എനിക്ക് സൗഖ്യം വേണം. ടിവിയുടെ അടുത്തോട്ട് കൈ അങ്ങ് ഒട്ടിച്ചു പിടിച്ചു. ഞാൻ 2 കൈ അങ്ങ് ഒട്ടിച്ചു പിടിച്ചു. നിനക്ക് എനിക്ക് സൗഖ്യം തരാൻ പറ്റും. ആ ഒരു വിശ്വാസത്തിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവിടെ പൊട്ടി അങ്ങോട്ട് കൈയും കാലിട്ട് അടിച്ച് കരയണ മാതിരി ഈ 2 കൈയും ടിവിയുടെ അങ്ങോട്ടങ്ങോട്ട് നിവർത്തി പിടിച്ചങ്ങോട്ട് ഒരു കൊച്ചു കുഞ്ഞ് കരയണ പോലെ ഒറ്റ കരച്ചില്. എന്നിട്ട് ഞാൻ കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഒരു ജനുവരി മാസം ഫെബ്രുവരി മാസം ആയപ്പോഴത്തേനും എൻ്റെ കൈയുടെ പെട്ടെന്ന് സുഖമായില്ല. പയ്യെ സ്ലോലി ഇത് ഗ്രാജുവലി അങ്ങോട്ട് ഡിക്രീസ് ചെയ്തു. ഇപ്പൊ എന്റെ 2 കൈയും വളരെ ക്ലിയർ. 2 കൈ ഒന്ന് കാണിച്ചേ. ദേ എല്ലാരും നോക്കിയേ, 2 കൈയും. അങ്ങനെ 10-12 വർഷമായി 2 കൈപ്പത്തി ഉള്ളിൽ വരഞ്ഞ് അതിൽ കൂടെ ചോര വരുന്ന അവസ്ഥയിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടാണ് ഓരോ ജോലികൾ അങ്ങനത്തെ വിഷമം 10-12 വർഷം അനുഭവിച്ചു. ഇപ്പൊ 2 കൈപ്പത്തികൾ ഒന്നുകൂടെ നോക്കിക്കേ. ഇതാ നേരിട്ട് പഞ്ചാബിൽ നിന്ന് ഈ ടീച്ചേഴ്സ് ഇവിടെ വന്ന് യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തിന് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു സംഭവം ഇതാ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഇവർ ഇതാ ദൈവത്തിന്റെ സന്നിധി കൊണ്ടുവരികയാണ്. നമുക്ക് മഹത്വം ദൈവത്തിന് കൊടുക്കാം, സന്തോഷം ദൈവത്തിന് കൊടുക്കാം. ദൈവമേ, ഞങ്ങൾ ബലഹീന പാത്രങ്ങളാണ്, എന്നാൽ അങ്ങാണല്ലോ മഹത്വത്തോടെ ഇടപെട്ടത്. കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം.
മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. എല്ലാവരും ചേർന്ന് ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. എൻ്റെ പേര് സുന്ദരൻ. ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്നു. ഞാൻ പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇതാ ഇന്ന് നമ്മളോട് സാക്ഷ്യം പറയാൻ വേണ്ടി കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ മധ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം PWD സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയാണ്. 6 വർഷത്തോളമായി എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാത്ത ഒരു അസുഖം ഉണ്ടായി. കണ്ണ് ഡ്രൈ ആയി പോയി, കണ്ണുനീര് വരുന്നില്ല, കണ്ണ് ഡ്രൈ ആയി പോയി. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ ആരാധന സമയത്ത് എൻ്റെ കണ്ണിൽ നിന്ന് ധാരാളം കണ്ണുനീര് വരികയും അത് ചൊവ്വാഴ്ചത്തെ ആരാധന സമയത്ത് അതിനുള്ള സന്ദേശം ഇവിടെ വിളിച്ചു പറയുകയും ചെയ്തു. ഇവിടെ ഈ ഞായറാഴ്ച തൊട്ട് ആരംഭിച്ച ധ്യാനത്തിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് മിസ്റ്റർ സുന്ദരൻ ഇവിടെ വന്ന് പങ്കുചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിങ്കളാഴ്ചത്തെ ആരാധന സമയത്ത് അച്ഛൻ സ്റ്റേജിൽ നിന്ന് അനൗൺസ് ചെയ്തു, എല്ലാവരും ഈശോയുടെ സന്നിധിയിൽ ഹൃദയഭാരങ്ങൾ തുറന്നു വെച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. മിസ്റ്റർ സുന്ദരൻ ഈ കാര്യം സമർപ്പിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച്, അപ്പോൾ കർത്താവ് കണ്ണുകളെ അങ്ങോട്ട് സ്പർശിച്ച് സൗഖ്യം നൽകി. എന്നിട്ട് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ദിവസത്തെ ആരാധന സമയത്ത് അൾത്താരയിൽ നിന്ന് അച്ഛൻ സന്ദേശമായിട്ട് പറഞ്ഞു, ഇതാ കണ്ണ് ഡ്രൈ ആയി പോയൊരു വ്യക്തിയുടെ കണ്ണുകളെ കർത്താവ് സ്പർശിക്കുന്നു, ആ കണ്ണുകളിൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നു എന്നൊരു സന്ദേശം. സന്ദേശം എന്ന് പറഞ്ഞാൽ ആൽമീസ് ഈ കരിസ്മാറ്റിക് ധ്യാനത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തരുന്ന വെളിപ്പെടുത്തൽ അത് സ്റ്റേജിൽ നിന്ന് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യും. അതിനാണ് ഈ സന്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ സന്ദേശം പറഞ്ഞു. അത് ഈ സഹോദരനെ സംബന്ധിച്ച് 100% ഇപ്പൊ കണ്ണിൽ കൂടെ അതിനുശേഷവും കണ്ണുനീര് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇപ്പം ആദ്യത്തെ പോലെ നല്ല അവസ്ഥയായോ? പ്രൈസ് ദി ലോർഡ്. അത് ടെസ്റ്റ് മണി സാക്ഷ്യപ്പെടുത്താൻ, യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി സാക്ഷ്യപ്പെടുത്താൻ മിസ്റ്റർ സുന്ദരൻ ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ 2 പേരുടെ അനുഭവങ്ങളിൽ നമ്മൾ കാണുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഞെരുക്കത്തിൽ, അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രതികൂലത്തിൽ അവർ ദൈവത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന കൂട്ടായ്മയിലേക്ക് വന്നു. ആ കൂട്ടായ്മയോട് ചേർന്ന് അവർ ദൈവത്തെ ആരാധിച്ചു, അവർ ദൈവത്തെ വിളിച്ചു. ദൈവത്തിന്റെ അത്ഭുത ശക്തി അവരുടെ മേൽ വ്യാപരിച്ച് ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. 2 കരങ്ങൾ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ഓരോ കുടുംബത്തിന്റെ അവസ്ഥകളിൽ, ഓരോ വ്യക്തികളുടെ വേദനകളിലേക്ക് കർത്താവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന, യേശുവേ, യേശുവേ, ആരാധന. കർത്താവേ, കരഞ്ഞ് നിലവിളിക്കുന്ന, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിലേക്ക്, ഈ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ അയക്കണമേ. കരങ്ങൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ ഹൃദയം നുറുങ്ങി നിലവിളിക്കുന്നു. യേശുവേ വരേണമേ, നിലവിളി കേൾക്കുന്ന യേശുവേ, യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന യേശുവേ, യാചന കേൾക്കണമേ, യാചന കേൾക്കണമേ. ഒരുപാട് വർഷങ്ങളായി എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ചികിത്സിച്ചിട്ടും ഒരു വ്യത്യാസമില്ലാത്ത രോഗാവസ്ഥയുള്ളവര് ഇപ്പോൾ കരങ്ങൾ ഈശോയിലേക്ക് ഒരിക്കൽ കൂടെ ഉയർത്തുകയാണ്. പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തിന്റെ ശുശ്രൂഷയിൽ ഹൃദയപൂർവ്വം പങ്കുചേരുക. മനസ്സ് തുറന്ന്
കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഉറക്കെ യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. മനസ്സ് തുറന്ന് കൈകൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ പ്രാർത്ഥിക്കുന്നു. ഞാനിതാ വിളിക്കുന്നു ഞങ്ങളുടെ യേശുവേ, യേശുവേ വരേണമേ. ഞാനിതാ വിളിക്കുന്നു കർത്താവേ, യേശുവേ വരേണമേ. നിലവിളി കേൾക്കുന്ന യേശുവേ, യാചന യേശുവേ, കേൾക്കണമേ. യേശുവേ. നിലവിളി കേൾക്കുന്ന യേശുവേ, യാചന കേൾക്കണമേ. ഇടപെടണമേ കർത്താവേ. യാചന കേൾക്കണമേ. യാചന കേൾക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 19 മുതൽ 23 വരെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഏലീഷ പ്രവാചകൻ ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജെറീക്കോ പട്ടണത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. അപ്പോൾ നഗരവാസികൾ ഏലീഷയ്ക്ക് ചുറ്റും കൂടി. അവർ ഏലീഷയോട് സംസാരിക്കുന്ന ഭാഗമാണ് 2 രാജാക്കന്മാർ 2-ാം അധ്യായം 19 മുതലുള്ള തിരുലിഖിതങ്ങൾ. നഗരവാസികൾ ഏലീഷയോട് പറഞ്ഞു, അങ്ങ് കാണുന്നില്ലേ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയ പട്ടണമാണ്. എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അവൻ ഉറവയ്ക്കടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. ഏലീഷയുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. അവൻ അവിടെ നിന്ന് ബഥേലിലേക്ക് പോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് കാലങ്ങളായി ആ പട്ടണത്തിൽ ഇരുന്നവർ, ആ പട്ടണത്തിൽ വസിച്ചിരുന്നവർ കഠിനമായൊരു പ്രതികൂലം അനുഭവിക്കുകയാണ്. എന്ത് കൃഷി ചെയ്താലും അവർക്ക് മേൽഗതിയില്ല, എന്ത് ബിസിനസ് തുടങ്ങിയാലും അവർക്ക് ഉയർച്ചയില്ല. എന്നും ഒരു അധപതനം, ഒരു സന്തോഷമില്ല, ഒരു ഉയർച്ചയില്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പ്രദേശത്തേക്ക് ഏലീഷ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലീഷയെ കണ്ട മാത്രം ജനങ്ങൾ ചെന്ന് ഈ ഒരു കാര്യം പറഞ്ഞു. ഏലീഷ ദൈവിക അധികാരത്തിന്റെ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന ഒരു ദൈവ പൈതലാണ്. അദ്ദേഹം ഒരു പാത്രത്തിൽ ഉപ്പെടുത്ത് ആശീർവദിച്ച് ആ ഉറവിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്ന് ഞാൻ ഈ ഉറവ ശുദ്ധീകരിച്ചിരിക്കുന്നു. അന്ന് തൊട്ട് ആ പറമ്പിന്റെ ആ ഭൂമിയുടെ കെട്ടഴിഞ്ഞു. അന്ന് തൊട്ട് മണ്ണിന്റെയും ഉറവുകളുടെയും കെട്ടുകൾ അഴിഞ്ഞു. ആ ദേശം അനുഗ്രഹമുള്ള ദേശമായി മാറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് ദൈവിക അധികാരത്തിൽ മനുഷ്യൻ പങ്കുപറ്റി ചെയ്യുന്ന ശുശ്രൂഷ, ആത്മീയ ശുശ്രൂഷ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ ശുശ്രൂഷ ദൈവിക അധികാരത്തിൽ പങ്കുപറ്റി ചെയ്യുന്ന ശുശ്രൂഷയാണ്. ഇന്ന് നമ്മുടെ ഇടവകളിൽ ഓരോ വൈദികരും, നമ്മുടെ ദേശത്തേക്ക് വചന ശുശ്രൂഷയുമായി വരുന്ന ഓരോ വൈദികരും പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഈ അധികാരത്തിലാണ്
അവർ പങ്കുപറ്റി ശുശ്രൂഷ ചെയ്യുന്നത്. ഇതാ എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന സാജു എലഞ്ഞിലച്ചൻ മലബാറിൽ ഒരു ഇടവകയിൽ ചെന്നു. അവിടെ ഒരു അനുഭവം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് പാപ്പച്ചൻ. മലപ്പുറം ജില്ല നിലമ്പൂർ തലഞ്ഞി സെൻറ് മേരീസ് പള്ളിയുടെ അംഗമാണ്. 1998 വരെ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ഇടവകയിലെ ഏറ്റവും സാമ്പത്തികമുള്ള കുടുംബങ്ങളിൽ ഒന്നായിരുന്നു. 98 ശേഷം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുകയും ഞങ്ങളുടെ കൃഷിയും ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന മില്ലും എല്ലാം വളരെ അധികം സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടു. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനായിട്ട് ഞങ്ങൾ പല വക കൃഷികൾ തുടക്കി. പൗൾട്രി ഫാമിംഗ്, ഡയറി ഫാമിംഗ്, അതുപോലെ തന്നെ ഫ്ലോറിക്കൾച്ചർ. വീണ്ടും ഞങ്ങളുടെ ഈ മില്ല് ഒന്നും കൂടെ പുനരുദ്ധരിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്തൊക്കെ തന്നെ ആയിരുന്നിട്ടും ഇതെല്ലാം വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ഉണ്ടായത്. 2007 ആയപ്പോഴേക്കും ഞങ്ങളുടെ മില്ലിൻ്റെ ലോണിൻ്റെ എമൗണ്ട് വളർന്ന് വലുതായി വലിയൊരു ബാധ്യതയായിട്ട് തീർന്നു. ഈ അവസരത്തിൽ ദൈവമല്ല ഇത് വേറൊരു ആശ്രയമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സെക്യൂണിൽ വരികയും വട്ടായിലച്ചൻ്റെ അടുത്ത് കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുത്തു. 2007 ജനുവരിയിൽ ആദ്യം ആഴ്ച തന്നെ ഉള്ള ധ്യാനത്തിനകത്ത് ഞാനും എൻ്റെ ചാച്ചനും അമ്മയും എൻ്റെ ഭാര്യയും അടങ്ങുന്ന കുടുംബം ധ്യാനത്തിൽ പങ്കെടുത്തു. അന്ന് ആ ധ്യാനത്തിൽ പങ്കെടുത്ത കൗൺസിലിങ്ങിനിടയിൽ ബെനീറ്റമ്മ സിസ്റ്റർ പറഞ്ഞത് ഒരു 3 വർഷം കൊണ്ടെല്ലാം ക്രമീകരിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ 3 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഓരോ ക്രമീകരണങ്ങൾ വരുത്താൻ തുടങ്ങി. തുടർന്നുള്ള എല്ലാ ആഴ്ചകളിലും എല്ലാ മാസങ്ങളിലും ആദ്യ വെള്ളിയാഴ്ചകളിൽ നിലമ്പൂർ പ്രദേശത്ത് നിന്ന് ഒരു ബസ് പിടിച്ച് തുടർച്ചയായിട്ട് 60 മാസത്തോളം ധാരാളം ആളുകളെ കൊണ്ടുവരാനുള്ള കൃപയും ലഭിച്ചു. ഇങ്ങനെ ഇരിക്കെ 2010 ഞങ്ങളുടെ ഇടവകയിൽ സാജു അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. സാജു അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ബിനോയ് അച്ഛനെ പോലെ ഒരു ആത്മീയ ശുശ്രൂഷകനാണ് ബഹുമാനപ്പെട്ട സാജു എലഞ്ഞിലച്ചൻ. ആ അച്ഛനെ തലഞ്ഞിയിലേക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചു. അവിടെ പോയി അച്ഛൻ 5 ദിവസം ധ്യാനം നടത്തി. ആ ധ്യാനത്തിന്റെ ഇടയിൽ ചില സംഭവം ഉണ്ടായി. പറയാം എന്താണ്? അച്ഛനോട് ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് വെഞ്ചരിച്ചു, സ്ഥാപനത്തിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛൻ പറഞ്ഞത് ഉപ്പ് വെഞ്ചരിച്ച് സ്ഥാപനത്തിന് ചുറ്റും ഇട്ട് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുശേഷം അത്ഭുതകരമായ വളർച്ചയാണ് ഞങ്ങളുടെ മില്ലിനുണ്ടായത്. കടബാധ്യതപ്പെട്ട് ഞങ്ങളുടെ ഏകദേശം 25 ഏക്കറോളം സ്ഥലം വിൽക്കേണ്ടി വന്നെങ്കിൽ കൂടിയും ഇന്ന് വളരെയധികം അത്യത്ഭുതകരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് മില്ല് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വെഞ്ചിരിപ്പ് നടത്തി ആ വെഞ്ചിരിച്ച ആ ഉപ്പ കോമ്പൗണ്ടിൽ വെതറി കർത്താവിന്റെ നാമത്തിൽ ആ സ്ഥലത്ത് പോയി ആശീർവദിച്ച് വെഞ്ചിരിച്ച് കഴിഞ്ഞതോടുകൂടെ ആ